Dear students, now you can study the quotient rule. Quotient rule, Q-U-O-T-I-E-N-T. Quotient rule. That is, the rule states that, rule 7 ആണ് rule 7. The rule states that if U and V are differentiable functions of the variable x, then their quotient U by V is differentiable at every point where U and V are differentiable and V of x not equal to 0, and at such points U by V dash of x, U by V dash എന്ന് വെച്ചാൽ എന്താ, d by dx of U by V equal to U V dash, sorry, U dash V minus U V dash by V square, or we can say that d by dx of U by V equal to V into du by dx minus U into dV by dx divided by V square. Okay, we can prove this theorem. Proof. Let us take fx equal to U by V of x. That is equal to U of x divided by V of x. Analo, where U and V are given that U and V are differentiable functions. Differentiable എന്ന് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ യു ബൈ വി എ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അതായത് ഞാൻ എഫ് ഡാഷ് എക്സ് കണ്ടുപിടിക്കണം അല്ലേ, അല്ലെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം, ലിമിറ്റ് എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു ഓർ ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു നമുക്ക് എന്ത് വേണമെങ്കിൽ പറയാം. നമുക്ക് ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ ഡെൽറ്റ എക്സ് നമ്മൾ കണ്ടുപിടിക്കണം. അതെന്ന് പറയുന്നത് എന്താണ്, ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 യു എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്താണ്, യു എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ വി എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് യു ഓഫ് എക്സ് ബൈ വി ഓഫ് എക്സ് ദ ഹോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് എന്ന് വരും അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എന്താ വരിക, ഡെൽറ്റ എക്സ് ഡിനോമിനേറ്ററിൽ വരും, പിന്നെ വി ഓഫ് എക്സ് ഇൻറ്റു വി എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് വരും. ന്യൂമറേറ്ററിൽ എന്ത് വരും, വി ഓഫ് എക്സ് ഇൻറ്റു യു ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് യു ഓഫ് എക്സ് ഇൻറ്റു വി എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 വി യു ഓഫ് എക്സ് ഇൻറ്റു വി ഓഫ് എക്സ് സബ്ട്രാക്ട് ചെയ്യുകയും ആഡ് ചെയ്യുകയും ചെയ്യാം. വി ഓഫ് എക്സ് ഇൻറ്റു യു ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് യു ഓഫ് എക്സ് ഇൻറ്റു വി ഓഫ് എക്സ് പ്ലസ് യു ഓഫ് എക്സ് ഇൻറ്റു വി ഓഫ് എക്സ് മൈനസ് യു ഓഫ് എക്സ് ഇൻറ്റു വി എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് divided by delta x into v of x into
വി ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ വരിക, ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0, വി ഓഫ് എക്സ് ആദ്യത്തെ രണ്ടെണ്ണം എടുക്കുമ്പോൾ വി ഓഫ് എക്സ് കോമൺ ആയിട്ട് എടുക്കാം, ഇൻറ്റു യു ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് യു ഓഫ് എക്സ് വരും. നമുക്ക് ഡിനോമിനേറ്റർ എഴുതാം, ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് ഇൻറ്റു വി ഓഫ് എക്സ് ഇൻറ്റു വി ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് അല്ലെങ്കിൽ അതങ്ങനെ തന്നെ കിടന്നോട്ടെ കേട്ടോ, മൈനസ് രണ്ടാമത്തേന്ന് നമ്മൾക്ക് യു ഓഫ് എക്സ് എടുക്കാം, യു ഓഫ് എക്സ് ഇൻറ്റു ഇവിടെ എന്താ വരിക, ഇവിടെ മൈനസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ വി ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് വി ഓഫ് എക്സ് എന്ന് വരും. ഓക്കെ, ഇങ്ങനെയല്ലേ വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0, ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0. ഇങ്ങനെ നമുക്ക് എഴുതാം കേട്ടോ ഇതിനെ, വി ഓഫ് എക്സ് ഇൻറ്റു യു ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് യു ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് എടുക്കുക. ഓക്കെ, ഒന്നുകൂടെ ഞാൻ എഴുതാം കേട്ടോ, ഒന്നുകൂടെ എഴുതാം, വി ഓഫ് എക്സ് ഇൻറ്റു ഇങ്ങനെ എടുക്കുക, യു ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് യു ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് മൈനസ് u of x into v of x plus delta x minus v of x divided by delta x, the whole divided by v of x into v of x plus delta x എന്ന് തോന്നുന്നു. ഇനി ഇതെന്താണ്, ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 വി ഓഫ് എക്സ് വി ഓഫ് എക്സ് തന്നെയാണ്. ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 യു ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് യു ഓഫ് എക്സ് ബൈ ഡെൽറ്റ എക്സ് എന്താണ്, യു ഡാഷ് എക്സ് അല്ലേ, അല്ലെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് യു ഓഫ് എക്സ് ആണിത്. അടുത്ത് ഇതെന്താണ്, ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 യു ഓഫ് എക്സ് തന്നെയാണ്. ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 വി ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് വി ഓഫ് എക്സ് ബൈ ഡെൽറ്റ എക്സ് എന്താണ്, വി ഡാഷ് എക്സ് ഓർ ഡി വി ബൈ ഡി എക്സ് ആണ്. അപ്പം നമുക്കത് എഴുതാം അടുത്ത പേജിൽ. ദാറ്റ് ഈസ് ഈക്വൽ ടു, ആൻഡ് ഡിനോമിനേറ്ററിൽ എന്ത് വരും, ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 വി ഓഫ് എക്സ് ഇൻറ്റു വി ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ത് വരും, വി ഓഫ് എക്സ് ദി ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പം നമുക്ക് എന്താ എങ്ങനെയാണ് വരിക എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു വി ഓഫ് എക്സ് ഇൻറ്റു അടുത്തത് എന്താണ്, ഡി ബൈ ഡി എക്സ് ഓഫ് u of x minus u of x into d by dx of v of x divided by denominator എന്താ വരിക, v of x plus delta x delta x tends to 0 ആകുമ്പോൾ v of x തന്നെ വരും, അടുത്ത v of x തന്നെ വരും. അപ്പോൾ അതായത് നമുക്ക് d by dx of അല്ലേ, നമ്മൾ f of x ആണ് എഴുതിയത്. f of x എന്ന് വെച്ചാൽ u by v എന്ത് വന്നു, v of x into d by dx of u of x minus u of x into d by dx of u of x divided by v of x into v of x. അതിന് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി, വി യു ഡാഷ് മൈനസ് യു വി ഡാഷ് ഡിവൈഡഡ് ബൈ വി സ്ക്വയർ, ഇങ്ങനെ പഠിക്കുക കേട്ടോ. അപ്പം എന്താണ്, ഡി ബൈ ഡി എക്സ് ഓഫ് യു ബൈ വി ഈക്വൽ ടു വി യു ഡാഷ് മൈനസ് യു വി ഡാഷ് ഡിവൈഡഡ് ബൈ വി സ്ക്വയർ, ഓർ എന്താണ് വി ഇൻറ്റു du by dx minus u into dv by dx divided by v square എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇത് നോക്കുക, എല്ലാവരും നന്നായിട്ട് നോക്കുക. ഇനി അടുത്തതായിട്ട് 2 റൂൾസും കൂടെ ഉണ്ട്, അതും കൂടെ നോക്കിയിട്ട് നമുക്ക് പോകാം. അടുത്തത് നെക്സ്റ്റ് ഈസ് റെസിപ്രോക്കൽ റൂൾ. റെസിപ്രോക്കൽ റൂൾ പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഡി ബൈ ഡി എക്സ് ഓഫ് of 1 by g of x എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നാ പറയുന്നത്, നെഗറ്റീവ് 1 by g സ്ക്വയർ ഇൻറ്റു ഡി ജി ബൈ ഡി എക്സ് ആയിരിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇങ്ങനെ, ഓർ വി ക്യാൻ സേ ദാറ്റ് 1 by g ദ ഹോൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നെഗറ്റീവ് 1 by g സ്ക്വയർ ഇൻറ്റു
dg/dx ആയിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ഡാഷ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ നെഗറ്റീവ് g'(x) ഡിവൈഡഡ് ബൈ g(x) the whole square ആയിരിക്കും. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അതിനു വേണ്ടി നമ്മൾക്ക് എന്തെടുക്കേണ്ടത്? നമുക്ക് എടുക്കാം പ്രൂഫ്. u(x) 1/g അല്ലേ, അപ്പോൾ അതുകൊണ്ട് ന്യൂമറേറ്റർ 1ഉം ഡിനോമിനേറ്റർ g(x) ആണ്. അപ്പോൾ therefore u(x) 1ഉം v(x) g(x) എന്ന് എടുക്കുക. Both are differentiable. u and v are differentiable functions of x and u'(x) equal to 0 ആണ് അല്ലേ. and v'(x) എന്താണ്? g'(x) ആണ് അല്ലേ. അപ്പം പിന്നെ നമുക്ക് quotient rule അപ്ലൈ ചെയ്യാം. 1/g the whole dash of x equal to u/v the whole dash of x പോലെ തന്നെയല്ലേ. u equal to 1ഉം അല്ലേ, u equal to 1ഉം v equal to g(x) ഉം. ദാറ്റ് ഇസ് ഈക്വൽ നമ്മൾ എന്താ ചെയ്യുക? u'(v minus uv' divided by v square ആണ്. അപ്പോൾ u'(v) എന്താണ്? 0 into v. v എന്താ അവിടെ? v എന്താ എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ. മൈനസ് u into u എന്താണ് ഇവിടെ? 1 into v'. v' എന്താണ്? v' is g' of x. v എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ എഴുതാം. v നിങ്ങൾക്ക് ഇനി കൺഫ്യൂഷൻ വരേണ്ട വെച്ചാൽ v എഴുതാം. v എന്താ? v g(x). 0 into g(x) minus 1 into g'(x) divided by v square. v square എന്താണ്? g(x) the whole square. That is minus g'(x) by g(x) the whole square. Or you can say that this is equal to എന്താണ് നമുക്ക് പറയാം minus 1/g square into g'(x) എന്ന് പറയുന്നത് അല്ലേ, minus 1/g square into dg/dx എന്നും പറയാം നമുക്ക് വേണമെന്നുണ്ട് വെച്ചാൽ. ഓക്കെ, അപ്പോൾ ഇതാണ് d/dx of 1/g of x വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് now we can study next rule, power rule for negative integers. നെഗറ്റീവ് ഇൻറ്റിജേഴ്സിനുള്ള പവർ റൂളാണ്. if n is a negative integer and x not equal to 0, then x raised to n is differentiable and d/dx of x raised to n equal to n x raised to n minus 1. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ റൂൾ തന്നെ ഉപയോഗിക്കാം. d/dx of x raised to n equal to n equal to എന്തെടുക്കാം നമുക്ക്? -m എന്നെടുക്കാം. where m greater than 0. നമ്മൾ നേരത്തെ അങ്ങനെയല്ലേ, ഗ്രേറ്റർ ദാൻ 0 കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് n equal to -m where m greater than 0. then d/dx of x raised to n പകരം നമുക്ക് എന്താ? d/dx of 1/x raised to m. പോസിറ്റീവ് നമ്പേഴ്സിന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് തന്നെ ആ റൂൾ ഇവിടെ ഉപയോഗിക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു u/v എന്നുള്ള ഫോമാണ്. ഇപ്പോൾ x raised to m v ഇൻറ്റു ഇതിൻ്റെ ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻ്റ് 0, 1ൻ്റെ ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻ്റ് 0 മൈനസ് പിന്നെ u ഇൻറ്റു 1 ഇൻറ്റു ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻ്റ് ഓഫ് x raised to m എന്താണ്? m x raised to m minus 1 divided by x raised to m the whole square, അതായത് x raised to 2m എന്ന് വരും. അപ്പോൾ എന്താ വരിക നമുക്ക്? മൈനസ് m x raised to m minus 1 divided by x raised to 2m എന്ന് വരും. അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താ വരിക? മൈനസ് എമ്മിന് പകരം വീണ്ടും നമുക്ക് n എടുക്കാം. n x raised to m minus 1 minus 2m എന്ന് വരും. അപ്പോൾ എന്താ വരിക? raised to എന്താ m minus 2m എന്താ വരിക? നെഗറ്റീവ് m എന്ന് വരും. നെഗറ്റീവ് m minus 1 എന്ന് വരും. നെഗറ്റീവ് എമ്മിന് പകരം n minus 1 എന്ന് വരും. അങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ n x raised to n minus 1. This is the rule. And next last rule is the integral. Next is the integral power rule.
integral power rule. This is a corollary, and here it says that if n is any positive, negative, or zero integer, when n less than 0, x must be non-zero, then x raised to n is differentiable and d by dx of x raised to n equal to n x raised to n minus 1. ഇത് ഈ റൂള് നമുക്ക് മുമ്പ് പഠിച്ച റൂളുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് നോക്കാം. യു ഹാവ് ടു ലുക്ക് അറ്റ് റൂൾ 2, that is power rule for positive integers, and by using rule 8, that is എന്താണ് rule 8, that is power rule for negative integers. You can use these rules and you can prove this integral power rule. When n equal to 0, മാത്രമേ ഇനി അല്ലേ നമ്മൾ ഓൾറെഡി പോസിറ്റീവ് ഇൻറ്റിജേഴ്സിന് ഈ രണ്ട് റൂൾ ഉപയോഗിക്കുമ്പോൾ പോസിറ്റീവ് ഇൻറ്റിജേഴ്സിനല്ല ഇത് നമ്മൾ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ ഈക്വൽ ടു എൻ എക്സ് റേസ് ടു എൻ മൈനസ് ആണ് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് സീറോന് മാത്രമേ പ്രൂവ് ചെയ്യാനുള്ളൂ. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ എന്താ വരിക, എക്സ് റേസ് ടു 0 എന്താ വരിക, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു 0 1 ആയതുകൊണ്ട് ഡി ബൈ ഡി എക്സ് ഓഫ് 1 വരും. കോൺസ്റ്റൻറ്റിൻ്റെ ഡിഫറൻഷ്യൽ കോഎഫിഷ്യന്റ് 0 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ഇൻറ്റു എക്സ് റേസ് ടു 0 മൈനസ് 1 എഴുതാം നമുക്ക് അല്ലേ. എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1 എന്നുള്ള ഫോമിൽ ഇങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്. അപ്പം ഇറ്റ് ഈസ് ട്രൂ ഫോർ 0 ഓൾസോ ആൻഡ് ഡി ബൈ ഡി എക്സ് ഓഫ് therefore അപ്പോൾ നമുക്ക് എന്ത് പറയാം, പോസിറ്റീവിന് പറ്റും, നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു. നെഗറ്റീവിന് ചെയ്യാൻ പറ്റും, പോസിറ്റീവിന് പറ്റുന്നുള്ളത് നമ്മൾ റൂൾ 2 വെച്ചിട്ട് പ്രൂവ് ചെയ്തു. നെഗറ്റീവിന് പറ്റുന്നുള്ളത് ഇപ്പോൾ തൊട്ട് മുമ്പിലത്തെ എന്താണ് റൂൾ വെച്ചിട്ട് നമ്മൾ റെസിപ്രോക്കൽ മുമ്പത്തെ റൂൾ വെച്ചിട്ട് നമ്മൾ റൂൾ 8 വെച്ചിട്ട് നമ്മൾ പ്രൂവ് ചെയ്തു. ആൻഡ് 0ന് പറ്റുന്ന ഇപ്പോഴും പ്രൂവ് ചെയ്തു. therefore നമുക്ക് എന്ത് പറയാം, therefore we can say that the rule d by dx of x raised to n is equal to nx raised to n minus 1 is true for any integer n. മനസ്സിലായോ, എല്ലാ ഇൻറ്റിജറിനും ഇത് ട്രൂ ആയിരിക്കും നമുക്ക് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഇതെല്ലാം റൂൾസ് എല്ലാം നന്നായിട്ട് പഠിക്കുക. അടുത്ത ദിവസം പ്രോബ്ലംസ് ചെയ്യുന്നതാണ് കേട്ടോ.